സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അതേപോലെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും എന്തിനാണ് ഈ അലോട്ട്മെൻറ്റും ഈ കാറ്റഗറി ലിസ്റ്റും, കൂടുതൽ ചോദ്യങ്ങളും കാറ്റഗറി ലിസ്റ്റിനെ പറ്റിയാണ് വന്നത്. എന്താണ് ഈ കാറ്റഗറി ലിസ്റ്റിൻ്റെ പ്രയോജനം? മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനമെങ്കിൽ, ഈ അലോട്ട്മെൻ്റ് എങ്കിൽ എന്തിനാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ആ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൻ്റെ പ്രയോജനമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, പ്രൈവറ്റ് മെസ്സേജുകൾ ഇത് സംബന്ധിച്ചായാലും കീം സംബന്ധിച്ചായാലും പ്രൈവറ്റ് മെസ്സേജുകൾ അയക്കരുത്. ഫോൺ ഹാങ്ങായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും മെസ്സേജുകൾ വരുന്നതുകൊണ്ട് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു സ്ക്രീനിൽ ഞാനൊരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ കയറിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 1209 സ്വാഭാവികമായും 1209 റാങ്കുകാരെന്ന് പറയുന്നത് ആ കോളേജ് ഇതിൽ കയറിയിരിക്കുന്ന സ്റ്റേറ്റ് റാങ്കിലെ ആളാണ്. 1209 റാങ്കുകാരനാണ്, അല്ലാതെ കാറ്റഗറിയിൽ 1209 അല്ല. അപ്പോൾ ഇവിടെ ഇനി അടുത്തൊരു കാൻഡിഡേറ്റിനുള്ള ചോദ്യം സാധാരണ വരുന്നത് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. CS എൻ്റെ കാറ്റഗറി ഇതാണ്. ഇപ്പോൾ ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ചോദിക്കും, 1209 കയറി, എൻ്റെ റാങ്ക് ഇത്രയാണ്, എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ആ ചോദ്യങ്ങൾ ഒരുപാട് ഞാൻ ഇതിൻ്റെ പല വീഡിയോകളുടെ അടിയിലും കണ്ടു. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിലാണ്, അതായത് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ്. എനിക്ക് ഗവൺമെൻറ് കോളേജുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ബിഫാമിൻ്റെ കേസിലാണ് അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ കണ്ടത്. അപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനുള്ള മാർഗമാണ് ഞാനിവിടെ ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 1209. അപ്പോൾ ഇവിടെ അടുത്ത ഒരു കാൻഡിഡേറ്റ്, ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അടുത്ത കാൻഡിഡേറ്റ് ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ, അതായത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. 1209 കഴിഞ്ഞാൽ 1210 എന്ന റാങ്കിനാണ് കൊടുക്കേണ്ടത്. പക്ഷേ 1210 എന്ന് പറഞ്ഞ റാങ്ക് ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട അടുത്ത ആൾ ആര് എന്നുള്ളതാണ് നമുക്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ 10ാം റാങ്കാണ് 1209 ലഭിച്ചിരിക്കുന്നത്. കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ 10ാമത്തെ റാങ്കാണ് 1209. സ്വാഭാവികമായും ഇതിന്ന് CET-ന്ന് ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ ഒരു ഒഴിവ് വന്നാൽ മാത്രമേ അടുത്ത ആൾക്ക് അവിടെ കയറാൻ സാധിക്കുകയുള്ളൂ. ആ ഒഴിവ് വന്നു കഴിഞ്ഞാൽ അടുത്ത കയറുന്ന ആളെന്ന് പറയുന്നത് 11ാം റാങ്കുകാരനും, അതേസമയം സ്റ്റേറ്റ് റാങ്കിൽ 1279 സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. സ്റ്റേറ്റ് റാങ്കിൽ 1279 റാങ്കുകാരാണ്. ഇനി ലാറ്റിൻ ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ CET-യിലെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഓരോ കാറ്റഗറിയുടെയും അവസാന റാങ്ക്, ഇപ്പോൾ നിലവിൽ ഒരു അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന അവസാന റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആര് കയറും, ഇനി നമുക്ക് കയറാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഇവിടെ തന്നെ ഒരു കാൻഡിഡേറ്റ് ചോദിക്കുകയാണ്, എൻ്റെ റാങ്ക് 2502 എനിക്കിതിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CET-ൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊരു കാൻഡിഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആ കാൻഡിഡേറ്റ് തന്നെ അത് കണ്ടെത്താൻ സാധിക്കും. നിലവിൽ ഒരു അലോട്ട്മെൻറ്റിൽ അവസാന റാങ്ക്, ആ കാറ്റഗറിയിൽ അവസാന റാങ്ക് എത്രയാണെന്ന് നോക്കുക. ആ റാങ്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2502 റാങ്കുകാരനാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ 2502 എന്ന് പറയുന്നത് 23ാം റാങ്കുകാരനാണ്. 23ാം റാങ്കാണ് അവൻ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കയറിയിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 10ാം റാങ്കുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായി അത്ര ആൾക്കാർ ഒഴിഞ്ഞു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ അത്രയും ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ CET-യിൽ CS-ന് ഈ 2502 റാങ്കുകാരന് അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. അതായത് 13 പേര് അവിടുന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ മാറിപ്പോകണം.
അത് സംഭവിക്കുകയോ ഇല്ലേ എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം 13 പേര് ഒഴിഞ്ഞു പോകുകയെന്ന് പറഞ്ഞാൽ ആകെ ഉള്ള സംവരണം, ആകെ ആ ഒരു വിഭാഗത്തിനുള്ള സീറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ ആ 2-3 സീറ്റ് ഉള്ളിടത്ത് 13 പേര് എൻ്റെ മുമ്പിലുള്ള 13 പേര് പോയി കഴിഞ്ഞാലേ എനിക്ക് കിട്ടുള്ളൂ. നിലവിലുള്ള 10 പേരിൽ നിലവിലുള്ള സീറ്റിലേക്ക് 10ാം റാങ്ക് വരെയുള്ളതാണ് കയറിയത്. അപ്പോൾ ഇനിയും ഇത്രയും പേര് ഒഴിഞ്ഞു പോയാലേ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഈ കാറ്റഗറി റാങ്ക് ഉപകരിക്കും. അപ്പോൾ വെറുതെ നമുക്ക് അവിടെ കിട്ടും എന്ന് കരുതിയിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ വളരെ ഉയർന്ന പ്രതീക്ഷ വെച്ച് പുലർത്തണോ വേണ്ടേ എന്നുള്ളതൊക്കെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കും. അതേസമയം 1209 റാങ്കുകാരൻ കയറിയ സ്ഥിതിക്ക് 1279 റാങ്കുകാരനും അതേപോലെ 1380 റാങ്കുകാരനും പ്രതീക്ഷ വെച്ച് പുലർത്താം. കാരണം ആരെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ അടുത്ത ആൾ കയറും, അടുത്ത അലോട്ട്മെൻറ്റ് ചിലപ്പം മറ്റേ ഒരാളും കൂടി മാറിക്കഴിഞ്ഞാൽ അടുത്ത ആളും കയറും. അങ്ങനെ ഒരു പ്രതീക്ഷ അവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ ഉള്ള ആ റാങ്ക്, ലാസ്റ്റ് റാങ്ക്, ഓരോ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിലെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് ഏത് കാൻഡിഡേറ്റ് എത്രാമത്തെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിലെ എത്രാമത്തെ കാൻഡിഡേറ്റാണ് ഈ കയറിയിരിക്കുന്നത്, ഇനി എനിക്ക് എൻ്റെ അവസരം എത്താൻ എത്ര കാൻഡിഡേറ്റും കൂടെ പോകണം, അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ ഈ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഉപകരിക്കും എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങളത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ സ്വയം അത് ചെയ്ത് നോക്കുമ്പോൾ, ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ മനസ്സിലാവും. വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി, നമസ്കാരം.